സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾക്ക് തടയിടാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നിർജീവമായിട്ട് 3 വർഷം. സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി ജുഡീഷ്യൽ അന്വേഷണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു. ഇതിനെതിരായ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് പരിഗണനയിലാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ഇഡി ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. 1952 കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിക്കാൻ അധികാരമില്ലെന്ന് ഇഡി ചൂണ്ടിക്കാട്ടിയിരുന്നു. മുഖ്യമന്ത്രിയുടേത് അധികാര ദുർവിനിയോഗമാണെന്നും ഇഡി വാദിച്ചിരുന്നു. ഇതോടെ റിട്ടയർഡ് ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷൻ പ്രവർത്തനങ്ങൾ നിർത്തി. കൊച്ചിയിൽ ഓഫീസും ജീവനക്കാരുമെല്ലാമായി ലക്ഷങ്ങൾ ചെലവഴിച്ചായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ ആരംഭിച്ചിരുന്നത്. 3 വർഷത്തിനിപ്പുറവും പ്രതികൂല കോടതി ഉത്തരവിനാൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് പോലും നൽകാൻ കഴിയാതെ ജുഡീഷ്യൽ കമ്മീഷൻ തുടരുമ്പോൾ സർക്കാരിന് ഇത് കനത്ത തിരിച്ചടിയായി മാറുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ അന്വേഷണം നീണ്ടപ്പോഴായിരുന്നു സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ പ്രതിരോധത്തിനിറക്കിയത്. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ഇഡി ഉദ്യോഗസ്ഥർ പ്രതികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയോ ഗൂഢാലോചന നടന്നുവോ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അന്വേഷണ പരിധിയിൽ. തെളിവ് നൽകാൻ പത്രപരസ്യം നൽകിയിട്ടും ആരും ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിച്ചിരുന്നില്ല. സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെ മാസപ്പടി കേസിൽ കൂടി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ മുനയിൽ മുഖ്യമന്ത്രിയും മകളും നിൽക്കുമ്പോഴും കേന്ദ്ര ഏജൻസികളെ കാര്യമായി പ്രതിക്കൂട്ടിലാക്കാൻ മുഖ്യമന്ത്രിക്കും CPM-നും കഴിയാതിരുന്നതും നേരത്തെ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണത്തിനുണ്ടായ തിരിച്ചടി മുന്നിൽ കണ്ടാണ്. സ്റ്റേ നീക്കിയാലും ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനും താൽപര്യമില്ല. ജനം, കൊച്ചി.